ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ പ്രധാനിയായ അമേരിക്കയും സഖ്യകക്ഷികളും നിലവിൽ ഇറാൻ അനുകൂല ഹൂത്തികൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയാണെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങളും മുൻ സൈനിക ജനറൽമാരും ചൂണ്ടിക്കാണിക്കുന്നത്. ഹൂത്തികൾക്കെതിരായിട്ടുള്ള നീക്കത്തിൽ അമേരിക്കൻ സൈന്യം അപകടകരമായിട്ടുള്ള സ്തംഭനാവസ്ഥയിൽ പൂട്ടിയിട്ട അവസ്ഥയിലാണെന്നാണ് പ്രമുഖ അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കപ്പലുകൾ ആക്രമിക്കുന്നതിൽ നിന്ന് ഹൂത്തികളെ ഫലപ്രദമായി തടയാൻ കഴിയുന്നില്ല എന്നാണ് ഈ മാധ്യമം ചൂണ്ടിക്കാണിക്കുന്നത്. ഹൂത്തികളുടെ നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ തടയാൻ അമേരിക്കൻ സൈന്യം ഒരു പാശ്ചാത്യ നാവിക സഖ്യത്തെ നയിച്ചുവെങ്കിലും ഒരു വർഷത്തെ ഈ തീവ്രമായിട്ടുള്ള പോരാട്ടം ഹൂത്തികൾ ഉയർത്തുന്ന ഭീഷണി അവസാനിപ്പിക്കുന്നതിലേക്ക് അമേരിക്കയെ അടുപ്പിച്ചില്ല എന്നാണ് ബൈഡൻ ഭരണകൂടത്തിന്റെ ഉന്നതർ ഉൾപ്പെടെയുള്ള അമേരിക്കൻ ഉദ്യോഗസ്ഥരും വിദഗ്ധരെ ഉദ്ധരിച്ച് ബിസിനസ് ഇൻസൈഡർ പറയുന്നത്. 20,000-ഓളം വിലയുള്ള ഡ്രോണുകൾ, ഭവനങ്ങളിൽ നിർമ്മിച്ച് ബാലിസ്റ്റിക് മിസൈലുകൾ, സോവിയറ്റ് കാലഘട്ടത്തിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇവയെല്ലാം ഉപയോഗിച്ച് ഹൂത്തികൾ നടത്തുന്ന ആക്രമണം അമേരിക്കൻ സൈന്യത്തിന്റെ അഭിമാനത്തിന് ഏറ്റവും വലിയ പ്രഹരമായാണ് മാധ്യമങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരും വിലയിരുത്തുന്നത്. ഹൂത്തികളുടെ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നും അതിൽ കാര്യമായ കുറവുണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്നുമാണ് മുൻ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ചീഫ് ജനറൽ ജോസഫ് വോട്ടൽ പറയുന്നത്. ഹൂത്തികളെ ആക്രമിക്കുന്നതിൽ ലക്ഷ്യം കാണാതിരിക്കുന്ന അമേരിക്കൻ സേന സ്വയം പ്രതിരോധിക്കാനായി ശ്രമിക്കുന്നതിനും ലോഞ്ച് സൈറ്റുകൾ, പ്രൊഡക്ഷൻ സൈറ്റുകൾ, സ്റ്റോറേജ് സൈറ്റുകൾ, കമാൻഡ് കൺട്രോൾ സൈറ്റുകൾ എന്നിവയ്ക്ക് പിന്നാലെ പോകുന്നതിനും മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതൊന്നും തന്നെ ഹൂത്തികളെ തടയാൻ പര്യാപ്തമല്ല എന്നും വോട്ടൽ തുറന്നടിച്ചു. ഹൂത്തികൾക്കെതിരെ അമേരിക്ക കൂടുതൽ ആയുധങ്ങൾ വിന്യസിക്കുമ്പോൾ പസഫിക്കിൽ ചൈനയെ വെല്ലുവിളിക്കുന്നതുൾപ്പെടെ പെന്റഗണിന്റെ മറ്റ് ആഗോള മുൻഗണനകൾക്ക് കുറവുണ്ടാകുമെന്ന കാര്യം ജനറൽ വോട്ടൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ബ്രൗൺ യൂണിവേഴ്സിറ്റിയുടെ കോസ്റ്റ് ഓഫ് വാൻ പ്രൊജക്ടിന്റെ സമീപകാല റിപ്പോർട്ടിൽ ഹൂത്തി വിരുദ്ധ ക്യാമ്പയിനായി കഴിഞ്ഞ വർഷം മാത്രം അമേരിക്ക $2.5 ബില്യൺ ചെലവഴിച്ചതായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹൂത്തികളുടെ ഡ്രോണുകളെ വീഴ്ത്താൻ അമേരിക്ക തൊടുത്തുവിട്ട മിസൈലുകൾ ദശലക്ഷത്തിലധികമാണെന്നും ഒരു മിസൈൽ വിദഗ്ധൻ എന്ന നിലയിൽ ഹൂത്തികളുടെ വർദ്ധിച്ചുവരുന്ന മിസൈൽ കഴിവുകളിൽ താൻ ഞെട്ടിപ്പോയിരുന്നതായും ഈ മാസം ആദ്യം ഒരു പ്രതിരോധ ഫോറത്തിൽ അമേരിക്കൻ എക്സ്റ്റൻഷൻ ആൻഡ് സസ്റ്റൈൻമെന്റ് അണ്ടർ സെക്രട്ടറി ബിലാൽ ലാപ്ലൻഡും വെളിപ്പെടുത്തിയിരുന്നു. ഹൂത്തികൾക്ക് ഇനിയും അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി യമൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൂത്തികൾ ചെങ്കടലിലെ ഇസ്രേലി ലിങ്ക്സ് വാണിജ്യ കപ്പലുകൾ ഉൾപ്പെടെ ഭാഗികമായി തടഞ്ഞ അവസ്ഥയിലാണുള്ളത്. പാശ്ചാത്യ യുദ്ധക്കപ്പലുകൾ വിന്യസിക്കുന്നതും ഹൂത്തികൾക്കെതിരായ ആക്രമണവും യഥാർത്ഥത്തിൽ ഇസ്രയേലിന്റെയും അമേരിക്കൻ സഖ്യകക്ഷികളുടെയും സൈനിക ശക്തിയായാണ് താഴ്ത്തിക്കിട്ടിയിരിക്കുന്നത്. ഹൂത്തികളുടെ ശക്തി ക്രമാനുഗതമായിട്ട് വർദ്ധിച്ചു വരുന്നത് തടയാൻ കഴിഞ്ഞില്ല എങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നിർണായകമായിട്ടുള്ള സൈനിക ശ്രമത്തേക്കാൾ വളരെ അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് എത്തുവാൻ പോകുന്നത് എന്നാണ് അമേരിക്കൻ എന്റർപ്രൈസസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിയോവോണിലെ മിഡിൽ ഈസ്റ്റ് അനലിസ്റ്റായ ബ്രയാൻ കാർട്ടർ പറയുന്നത്. ഹൂത്തികൾ പ്രഹരം അമേരിക്കയുടെ ശക്തിയിലും വിദേശത്തുള്ള സൈനിക പ്രസക്തിയിലും ഉണ്ടാക്കിയ ഡാമേജ് ഉയർത്തിക്കാട്ടിക്കൊണ്ട് മുൻ ജനറൽ മാത്രമല്ല നിരവധി മാധ്യമ പ്രവർത്തകരും രംഗത്ത് വന്നത് ജോ ബൈഡൻ ഭരണകൂടത്തിന് വലിയ ക്ഷീണമായിട്ടുണ്ട്. കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ വെസ്റ്റ് പോയിന്റ് മിലിറ്ററി അക്കാദമിയുടെ കോംബാറ്റിംഗ് ടെററിസം സെൻട്രൽ ജേണലിന്റെ ഒരു ലേഖനത്തിൽ ഈ വർഷം ആദ്യം ചെങ്കടൽ ഓപ്പറേഷനുകൾക്കിടയിൽ ഹൂത്തികൾ മിസൈലുകൾ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളായ ഒരു സൂപ്പർ കരിയറിനും മിസൈൽ ഡിസ്ട്രോയറിനുമെതിരെ പതിച്ചതായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയത്തെയും ഞെട്ടിച്ച സംഭവമായിരുന്നു. അമേരിക്കയുടെ പരമ്പരാഗത അന്താരാഷ്ട്ര എതിരാളികളിൽ ഹൂത്തികളും ഉൾപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇറാൻ പരമോന്നത നേതാവിന്റെ മുതിർന്ന ഉപദേഷ്ടാവ് അലി ലരാജനി ഹൂത്തികളുടെ വികാരങ്ങൾ എടുത്തു പറഞ്ഞിരുന്നു. ഹൂത്തികൾ ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും തുടർന്നും എല്ലാ സഹായവും നൽകുമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. റഷ്യയും ഇതിനൊപ്പം ചേർന്ന് ഹൂത്തികളെ മുൻനിർത്തി പുതിയ പോർമുഖം തുറക്കാനാണ് ശ്രമിക്കുന്നത്. വൻ നാശീകരണ ശേഷിയുള്ള ആയുധങ്ങൾ റഷ്യ ഹൂത്തികൾക്ക് നൽകുമെന്ന ഭയം അമേരിക്കയ്ക്കുണ്ട്. റഷ്യൻ ആയുധങ്ങൾ ഹൂത്തികൾക്ക് ലഭിച്ചാൽ ചെങ്കടൽ അമേരിക്കൻ പടക്കപ്പലുകൾ ചാരമാക്കാൻ എളുപ്പത്തിൽ സാധിക്കും. അമേരിക്കൻ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതും അതുതന്നെയാണ്.